ഒക്ടോബർ 2 കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകുമ്പോൾ ഗസയിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് ലോകം ചോദിക്കുന്നുണ്ട് എന്ന് സുഫിയാൻ അബ്ദുസ്സത്താർ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. ഗസയിൽ ബാക്കിയുള്ളത് ഹമാസാണ്. അതുകൊണ്ടാണ് ആ ആക്രമണങ്ങൾ ഇന്നും തുടരുന്നത്. ഒരു ജനതയുടെ സാധാരണ സ്വാഭാവിക ദൈനംദിന ജീവിതത്തെക്കാൾ വിലപ്പെട്ടതാണ് മനുഷ്യൻ്റെ അന്തസ്സും ആത്മാഭിമാനവുമെന്നതാണ് ഹമാസും ഗസയും മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യൻ്റെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വേണ്ടി മനുഷ്യ ചരിത്രത്തിൽ രക്തം കൊണ്ട്, ത്യാഗം കൊണ്ട്, സമർപ്പണം കൊണ്ട് കുറിച്ചിട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ എല്ലാ അതിക്രമങ്ങളെയും സഹിച്ച് വേണമെങ്കിൽ ഒരു എവരിഡേ ലൈഫ്, ഒരു നിത്യജീവിതം ഗസക്കാർക്കും ഹമാസിൻ്റെ പ്രവർത്തകർക്കും പോരാളികൾക്കും സാധ്യമായിരുന്നു. അങ്ങനെ ജീവിക്കേണ്ടവരല്ല മനുഷ്യർ. മനുഷ്യർ ജീവിക്കുമ്പോൾ അവരുടെ അന്തസ്സ്, ഡിഗ്നിറ്റി, ആത്മാഭിമാനം ഇത് പരമപ്രധാനമാണെന്ന് മനുഷ്യരെ ഓർമ്മിപ്പിക്കുകയും മനുഷ്യന് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി ആ തത്വത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. അതിന് ജീവിതം കൊണ്ട് സാക്ഷാത്കാരവും സാഫല്യവും നൽകുകയാണ് ഗസ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബദർ യുദ്ധത്തെക്കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, യൗമുൽ ഫുർഖാൻ. അത് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ദിവസമാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന പോരാട്ടമാണത്. അത് ഖുർആൻ ബദറിനെ കുറിച്ച് പറഞ്ഞത് ബദറിന്റെ വിജയത്തെ മുൻനിർത്തിയാണ്. മറ്റൊരർത്ഥത്തിൽ ഗസ ഒരു ഫുർഖാനാണ്. നേരത്തെ ഇതിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് ശിഹാബ് പൂക്കോട്ടൂർ സാഹിബ് ആ കാര്യം മറ്റൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ലോകം ഇന്ന് രണ്ടായി പിളരുകയാണ്, പിളർന്നിരിക്കുകയാണ്. അതിൽ ഗസയുടെ ഒപ്പം നിൽക്കുന്നവരുണ്ട്, കൃത്യമായി ഗസയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരുണ്ട്. അതിൽ എല്ലാതരം മനുഷ്യരുമുണ്ട്. എല്ലാ തരം വിഭാഗങ്ങളിലും നിങ്ങൾക്ക് ഈ 2 കൂട്ടരെ കാണാൻ പറ്റും. മതവും ദൈവവുമില്ലെന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന നിരീശ്വരവാദികൾ. അവർക്കിടയിൽ ഗസയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരുണ്ട്. അതുതന്നെ പ്രചരണ വിഷയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അതേ എത്തീസ്റ്റുകളിൽ ഗസക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളെയും ഫലസ്തീൻ കോസിനോടൊപ്പം ഫലസ്തീനികളുടെ പോരാട്ടത്തിൻ്റെ അടിസ്ഥാനമായ മതത്തിലും ദൈവത്തിലും മരണാനന്തര ജീവിതത്തിലുമൊന്നും തരിമ്പും വിശ്വാസമില്ലാതിരിക്കെ തന്നെ ആ കോസിനൊപ്പം നിൽക്കുന്ന എത്തീസ്റ്റുകളെ, എത്തീസ്റ്റ് ഗ്രൂപ്പുകളെ, വ്യക്തികളെ ഈ കേരളക്കരയിൽ തന്നെ കാണാം. മറ്റേ കൂട്ടരെയും ഇവിടെ തന്നെ കാണാം. ഹിന്ദുമതവിശ്വാസികളിൽ 2 കൂട്ടരെയും നിങ്ങൾക്ക് കാണാം. ക്രൈസ്തവ വിശ്വാസികളിൽ ബൈബിളിലെ ഇസ്രായേലിനെയൊക്കെ മുൻനിർത്തിയിട്ട് വലിയ ഒരു ക്രൈസ്തവ സയണിസം തന്നെ ലോകത്തുണ്ട്. അതിൻ്റെ കേരള പതിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാം. എന്നാൽ ഫലസ്തീനികൾക്കൊപ്പം നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസികളെ, ക്രൈസ്തവ സഭകളെ തന്നെ കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചയിൽ കേരളത്തിലെ വളരെ പഴക്കമുള്ള ക്രൈസ്തവ സഭയായ മാർത്തോമാ സഭ അവരുടെ ഇടവകകളിൽ, അവരുടെ പള്ളികളിൽ ഫലസ്തീന് ഗസക്കനുകൂലമായിട്ട് ഇടയലേഖനം വായിക്കുവാൻ വേണ്ടി അവര് ആഹ്വാനം ചെയ്തത്, ഇടയലേഖനം പുറത്തിറക്കിയത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഫലസ്തീനികൾ ഉൾക്കൊള്ളുന്ന
ഗസ്സക്കാർ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായത്തിലും നിങ്ങൾക്ക് ഈ രണ്ടു കൂട്ടരെയും കാണാം. ഇതാണ് ഇതിന്റെ ഒരു ഐറണിയെന്നോ തമാശയെന്നോ ഒക്കെ പറയാവുന്ന കാര്യം. ഇതിലെല്ലാ കുഴപ്പത്തിനും കാരണം ഹമാസാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ മുസ്ലിം സമുദായത്തിൽ നിങ്ങൾക്ക് കാണാം. നിരുപാധികമായി ശക്തമായി ഹമാസിനൊപ്പം നിൽക്കുന്നവരെയും കാണാം. അത് ഏതോ സംഘടനാ ധാരകൾ അങ്ങനെയല്ല. ഇസ്ലാമിസ്റ്റുകൾ ഹമാസിന്റെ ഒപ്പം, ബാക്കിയുള്ളവർ എതിർപക്ഷത്ത് അങ്ങനെയല്ല. എല്ലാ ധാരകളിലും സലഫികളിൽ, സുന്നികളിൽ, ഇസ്ലാമിസ്റ്റുകൾ എല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോ ഇതിന് തന്നെയാണ് ഗസയുണ്ടായത്. മനുഷ്യർ അവരെവിടെ നിൽക്കുന്നു? ചരിത്രത്തില് നമുക്ക് സത്യത്തോടൊപ്പം നിൽക്കൽ വളരെ എളുപ്പമാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് പോരാട്ടം നടന്നപ്പോൾ ഇപ്പം ഞങ്ങള് മുഹമ്മദ് നബിയോടൊപ്പമാണ്, എതിർപക്ഷത്തല്ല. ഫിർഔനും മൂസ അലൈഹിസ്സലാമയും ഏറ്റുമുട്ടിയപ്പോൾ ഞങ്ങളിപ്പോൾ മൂസയുടെ പക്ഷത്താണ്, ഫറോവയുടെ പക്ഷത്തല്ല എന്ന നിലപാടെടുക്കല് അതിനൊരു ചെലവില്ല, വളരെ എളുപ്പമാണ്. അതേ ചരിത്രം നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കാലത്ത് ആവർത്തിക്കുമ്പോൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കൽ എളുപ്പമല്ല. അതിന് പലതരത്തിലുള്ള വില കൊടുക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ സംഘടനാ താല്പര്യങ്ങളുടെ വിലയായിരിക്കും, സമുദായ താല്പര്യങ്ങളുടെ, അല്ലെങ്കിൽ അന്യമത വിദ്വേഷത്തിന്റെ വില. അങ്ങനെ പലതരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ, കെട്ട താല്പര്യങ്ങളുടെ വില കൊടുത്ത്, അതിനെ ബലി കൊടുത്ത് മാത്രമേ നിങ്ങൾക്ക് നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്ത് നിലയുറപ്പിക്കാൻ കഴിയുള്ളൂ. ചരിത്രത്തിലെ സംഘടനകളിൽ കക്ഷി ചേരാൻ, അതിൽ നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഇത്തരത്തിലുള്ള ഒരു വിലയും നൽകേണ്ടതില്ല എന്നതാണ്. പക്ഷേ ചരിത്രം നമ്മൾ അങ്ങനെ വെറുതെ വിടില്ല. ചരിത്രത്തിലെ സംഘർഷങ്ങളുടെ കാര്യത്തിൽ മാത്രം പക്ഷം ചേർന്ന് നല്ല മനുഷ്യരായിട്ട് കടന്നു പോകാൻ ചരിത്രം നമ്മളെ അനുവദിക്കുകയില്ല. ചരിത്രം നമ്മളെ വിചാരണയുടെ കൂട്ടിൽ നിർത്തിയിട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ എന്ന് ചോദിച്ചു കളയും. അതാണ് ഗസയില് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിത് യൗമുൽ ഫുർഖാനാണ്, അല്ലെങ്കിൽ അയ്യാമുൽ ഫുർഖാനാണ്. ഇത് വേർതിരിക്കും ലോകത്തെ അത് വേർതിരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അനുദിനം അത് കൂടുതൽ ലോകത്ത് നീതിയുടെയും അനീതിയുടേതുമായ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു മനുഷ്യൻ, അയാൾ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ എളുപ്പമുണ്ട്. അയാളുടെ നിലപാട് നോക്കിയാൽ മതി, അയാൾ ഗസയുടെ പക്ഷത്താണോ അല്ല എതിർപക്ഷത്താണോ എന്ന്. അല്ലെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കിയാൽ മതി, എപ്പം മനസ്സിലാവും അയാൾ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്ന്. ഒരു സംഘടനയെ നിങ്ങൾക്ക് വിലയിരുത്താൻ ഇപ്പോൾ വളരെ എളുപ്പമുണ്ട്. അവർ ഈ വിഷയത്തിൽ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ഇത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, രണ്ടാം ലോക യുദ്ധത്തെ തുടർന്ന് നിലവിൽ വന്ന, രണ്ടാം ലോക യുദ്ധം നോർമലാക്കിയ ഒരു ലോകക്രമം, അത് ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് കൂടുതൽ നോർമലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കൃത്രിമ രാഷ്ട്രമാണ്, ഒരു സെറ്റിൽഡ് കൊളോണിയൽ ശക്തിയാണ്. ഒരു നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ ആ നാട്ടിൽ നിന്ന് നാട്ടിപ്പായിച്ചിട്ട് അവിടെ വേറെ മനുഷ്യരെ കുടിയിരുത്തലാണ്. അത് വാഗ്ദത്ത ഭൂമിയാണ് എന്നതാണ് ന്യായം. എനിക്കത് കേൾക്കുമ്പോഴെപ്പോഴും ഭയങ്കര തമാശയായിട്ട് തോന്നാറുണ്ട്. ലോകത്തൊരു കാര്യത്തിനും മതം ബാധകമല്ല, പ്രത്യേകിച്ച് സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങൾക്ക് അതിൽ മതമേ ബാധകമല്ലെന്ന് ആണയിട്ട് പറയുന്ന നിലവിലുള്ള ലോകം അക്കാര്യത്തിൽ ഫലസ്തീന്റെ കാര്യം വന്നാൽ അവര് ബൈബിൾ പുതിയ നിയമത്തിലേക്ക് പോലുമല്ല പഴയ നിയമത്തിലേക്ക് പോകും. അത് ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമിയാണ് എന്ന. അതിന്റെ മത ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അത് മതചർച്ചയാണെങ്കിൽ, അത് വാഗ്ദത്ത ഭൂമിയാണെങ്കിൽ, അത് അബ്രഹാമിന്റെ മക്കൾക്ക് നൽകപ്പെട്ട വാഗ്ദത്ത ഭൂമിയാണെന്നാണ് ബൈബിൾ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഫലസ്തീനിലെ 3 മതവിഭാഗങ്ങളായ ജൂതരുടെയും ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും വാഗ്ദത്ത ഭൂമിയാണെന്നാണ് അവരുടെ വേദപുസ്തകങ്ങളിൽ നിന്നു തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു ലോകക്രമത്തെ അസ്ഥിരപ്പെടുത്തി എന്നതാണ് തൂഫാനുൽ അഖ്സ ചെയ്തിട്ടുള്ള കാര്യം.
അത് വളരെ സ്വാഭാവികമാണ്. ഇസ്രായേൽ സ്വാഭാവികമല്ലേ? ഇസ്രായേലിനെ ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ നൗഷാദ് അലി ഇവിടെ ഇസ്രായേലിനെതിരായ ഇന്ത്യയുടെ നിലപാടുകളുടെ വലിയൊരു ചരിത്രം പറയുകയുണ്ടായി. പക്ഷെ അവിടെ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. 1990 ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും ശേഷം, പ്രത്യേകിച്ച് സോവിയറ്റ് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം ലോകം ഒരു ഏകധ്രുവ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തില് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവുവാണ് ഇന്ത്യയുടെ പാരമ്പര്യത്തെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിനെ അംഗീകരിക്കുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ അതിനു മുമ്പുള്ള പഴയ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ കോപ്പി ഇപ്പോഴും കൈവശമുണ്ടെങ്കിൽ ആ പാസ്പോർട്ടില് 2 ലോകരാജ്യങ്ങൾ സന്ദർശിക്കുവാൻ അനുവാദമില്ല എന്ന് രേഖപ്പെടുത്തിയത്, സീല് ചെയ്തത് കാണാൻ കഴിയും. ഒന്ന് വംശീയ കൊളോണിയൽ ശക്തിയായ ഇസ്രായേലാണ്. രണ്ടാമത്തത് അന്ന് അപ്പാർട്ടൈഡ് നിലവിലുണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കയാണ്. അങ്ങനെ നേരത്തെ ഫലസ്തീൻ അനുകൂലമായിരുന്ന ഒരു ലോകാന്തരീക്ഷം മാറുകയും അറബ് നാടുകൾ വരെ ഇബ്രാഹിം അക്കോർഡിൽ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നെതന്യാഹുവിന്റെ UN പ്രഭാഷണം ലോകത്തൊരു എതിർപ്പുമില്ലാതെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന അസ്വാഭാവികത നാൾക്കുനാൾ സ്വാഭാവികമായിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഹമാസിന്റെ കുട്ടികൾ ലോകത്തൊരു അട്ടിമറി നടത്തിയത്. ആ നോർമലിനെ അബ്നോർമലാക്കിയത്, ആ സ്ഥിരതയെ അസ്ഥിരപ്പെടുത്തിയത്. ഇത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു ലോകക്രമത്തിന്റെ പ്രശ്നമാണ്, ഒരു നാടിന്റെ മാത്രം വിഷയമല്ല. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഫലസ്തീൻ പ്രശ്നം ലോകക്രമത്തിന്റെ മാറ്റത്തിലൂടെ മാത്രം പരിഹരിക്കപ്പെടുന്നതാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന പ്രശ്നമുണ്ടായി തീരുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയോടുകൂടിയാണ്, ഒരു പുതിയ ലോകക്രമത്തിന്റെ ഉത്ഭവത്തോടുകൂടിയാണ് എന്നും നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ ജൂതന്മാരുടെ മൂസാ അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അന്ന മുന്ന അലല്ലദീന ഉസ്തുദഅഫു ഫിൽ അർളി വനജഅലഹും അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. നാം ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് ഔദാര്യം നൽകാനും അവരെ മണ്ണിന്റെ അവകാശികളാക്കി മാറ്റാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നത്തെ ജൂത സമൂഹത്തിന്റെ തന്നെ ചരിത്രത്തെ മുൻനിർത്തിയിട്ട് അന്ന് ഫറോവയുടെ കീഴില് അടിച്ചമർത്തപ്പെട്ടിരുന്ന ആൺകുട്ടികൾ അറുകൊല ചെയ്യപ്പെടുകയും പെൺകുട്ടികൾ ശത്രുക്കളുടെ ആവശ്യത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിലനിർത്തപ്പെടുകയും ചെയ്തിരുന്ന, വംശ ഉന്മൂലനത്തിന് വിധേയമായിരുന്ന ജൂതന്മാരുടെ തന്നെ ചരിത്രത്തെ മുൻനിർത്തിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്നത്. ഇത് ദൈവികമായ ഒരു പ്രഖ്യാപനമാണ്. ലോകത്തടിച്ചമർത്തപ്പെട്ട മനുഷ്യര് അവർക്ക് ഔദാര്യം നൽകാനും അവരെ ഏത് നാട്ടിലാണോ അടിച്ചമർത്തപ്പെട്ടത് അവിടെ തന്നെ അവരെ അധികാരികളാക്കാനുമാണ് അള്ളാഹുവിന്റെ തീരുമാനമെന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യർക്കും അടിച്ചമർത്തപ്പെടുത്തവർക്ക് സവിശേഷമായും ആശയും ആവേശവും നൽകുന്ന ഒരു പ്രഖ്യാപനമാണത്, പ്രതീക്ഷയാണ്. അതുകൊണ്ട് ഫലസ്തീന്റെ മണ്ണ് സ്വതന്ത്രമാവുക തന്നെ ചെയ്യും. ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത കൃത്രിമ രാഷ്ട്രമായ ഇസ്രായേല് തകർന്നടിയുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഒറ്റക്ക് തകരുകയല്ല ചെയ്യുന്നത്. ആ അനീതി ഏതൊരു പൊയ്ക്കാലിലാണോ എഴുന്നേറ്റ് നിൽക്കുന്നത് ആ കാലുകൾ തകർന്നുകൊണ്ടായിരിക്കും, ആ ലോകക്രമം തകർന്ന് തരിപ്പണമായിക്കൊണ്ടായിരിക്കും ഇസ്രായേൽ തകരുകയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലസ്തീനിലെ പോരാട്ടം, ഫലസ്തീനു വേണ്ടിയുള്ള പോരാട്ടം, ഫലസ്തീനു വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല, ഒരു പുതിയ ലോകക്രമത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഫലസ്തീനിന്, ഗസക്ക്, ഹമാസിന് ലോകത്തിന്റെ നാനാഭാഗത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ, ആ പിന്തുണക്കുന്നവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു പുതിയ ലോകക്രമത്തിന് ലോകത്തിന്റെ നാനാഭാഗത്തും കിഴക്കും പടിഞ്ഞാറും യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും അറബ് നാടുകളിലുമെല്ലാം ഒരു പുതിയ ലോകക്രമത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് എന്ന ആ രാഷ്ട്രീയ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്.
ആ വോട്ടുകൾ, ആ പിന്തുണകൾ ഒരു പുതിയ ലോകക്രമമായിട്ട്, ആ ലോകക്രമത്തിനുള്ള അസ്ഥിവാരങ്ങളായിട്ട്, ആ പുതിയ ലോകക്രമത്തിന്റെ അസ്ഥിവാരത്തിനുള്ള ഇഷ്ടികകളും കല്ലുമായിട്ട് മാറുകയും ഒരു പുതിയ ലോകക്രമം ഉണ്ടായിത്തീരുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയും പ്രത്യാശയും നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളെ അങ്ങനെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആരാണ് നിങ്ങളിൽ ത്യാഗത്തിന് സന്നദ്ധതയുള്ളവർ? ആരാണ് പരീക്ഷണങ്ങൾ ഏറ്റെടുക്കാനും ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാനും സന്നദ്ധമാകുന്നവർ എന്ന് പരീക്ഷിക്കപ്പെടാതെ വളരെ സാധാരണവും സ്വാഭാവികവുമായ അലസസുന്ദരമായ ജീവിതത്തിലൂടെ നിങ്ങളെ കടന്നു പോകാൻ ദൈവം വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ഐതിഹ്യങ്ങളല്ല, ഇതൊന്നും ചരിത്രങ്ങൾ മാത്രമല്ല, ഇതൊക്കെ വർത്തമാനത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് ഗസയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നീതിയുടെയും ന്യായത്തിന്റെയും ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെന്തോ ഒരു കഴിവുകേടിന്റെ പ്രശ്നമാണ്. ആ നിലപാടുള്ളവർക്ക് എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന ആത്മപരിശോധന അവർ നടത്തേണ്ടുന്ന സന്ദർഭം കൂടിയാണിത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പുത്തൻ ലോകക്രമത്തെക്കുറിച്ചുള്ള പ്രത്യാശകൾ, ഗസയിലെ മനുഷ്യർ ചിന്തുന്ന ഓരോ തുള്ളി രക്തവും ആ ഒരു മണ്ണിന് വേണ്ടിയുള്ള രക്തം മാത്രമല്ല, ഒരു പുതിയ ലോകക്രമത്തിനുള്ള നിക്ഷേപങ്ങളാണ്, ഇൻവെസ്റ്റ്മെന്റുകളാണ്. അത് ചരിത്രത്തിൽ ദീർഘകാലം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന, വലിയ സത്ഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അതിമഹത്തായ ത്യാഗങ്ങളാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ലോകക്രമം ഉണ്ടായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗസയുടെ മുഴുവൻ ത്യാഗങ്ങളും, ഗസയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ ഐക്യദാർഢ്യങ്ങളും അതിനുള്ള മുതൽക്കൂട്ടുകളും മൂലധനങ്ങളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.